തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പ്രിയ സഹോദരങ്ങളെ, ലോകം ഇന്ന് സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത് പലപ്പോഴും നിയന്ത്രണമില്ലാത്ത ജീവിതമാണ്. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ്? പണമുണ്ടെങ്കിൽ അത് സ്വാതന്ത്ര്യമാണോ? പ്രശസ്തിയുണ്ടെങ്കിൽ അത് സ്വാതന്ത്ര്യമാണോ? ഇഷ്ടം പോലെ ജീവിക്കാനാകുന്നതാണോ സ്വാതന്ത്ര്യം? യേശുക്രിസ്തു പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതായത് സ്വാതന്ത്ര്യത്തിന്റെ വാതിൽ തുറക്കുന്നത് സത്യമാണ്. സത്യം അറിയാതെ മനുഷ്യൻ ബന്ധനങ്ങളിൽ ജീവിക്കുന്നു. ഭയം, കുറ്റബോധം, അസൂയ, വ്യാജ മാനം, പാപം. ഇന്ന് ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി 3 ചിന്തകൾ പങ്കുവെക്കുകയാണ്. ഒന്ന്, സത്യം ആത്മീയ മോചനത്തിന്റെ അടിസ്ഥാനമാണ്. യേശുതമ്പുരാൻ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:6. സത്യം ഒരു ആശയം മാത്രമല്ല, അതൊരു വ്യക്തിയാണ്. അതാണ് ക്രിസ്തു. ക്രിസ്തുവിനെ അറിയുക എന്നത് സത്യത്തെ അറിയുക എന്നതാണ്. സഭാപിതാവായ സെന്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ പറഞ്ഞു, ട്രൂത്ത് ഈസ് ലൈക്ക് എ ലയൺ, യു ഡോണ്ട് ഹാവ് ടു ഡിഫെൻഡ് ഇറ്റ്, ലെറ്റ് ഇറ്റ് ലൂസ്, ഇറ്റ് വിൽ ഡിഫെൻഡ് ഇറ്റ് സെൽഫ്. സത്യം ഒരു സിംഹം പോലെയാണ്, അതിനെ രക്ഷിക്കേണ്ടതില്ല, അത് സ്വയം നിലനിൽക്കും. ആത്മീയ സത്യത്തിന്റെ ഫലം പാപബന്ധനത്തിൽ നിന്നും മോചനം, ഭയത്തിൽ നിന്നും ധൈര്യം, ഇരുളിൽ നിന്ന് വെളിച്ചം. അങ്ങനെ സത്യം നമ്മെ രക്ഷിക്കുന്നു, കാരണം അത് നമ്മെ ദൈവത്തോട് ചേർക്കുന്നു. 2, സത്യം മനസ്സിന്റെ ചികിത്സയാണ്. മനഃശാസ്ത്രം പറയുന്നു, ഒരു മനുഷ്യൻ തൻ്റെ ഉള്ളിലെ സത്യത്തെ അംഗീകരിക്കുമ്പോഴാണ് മാനസിക സൗഖ്യം ലഭിക്കുന്നത്. കാൾ റോജേഴ്സ് പറഞ്ഞു, The curious paradox is that when I accept myself just as I am, then I can change. ഞാൻ എനിക്കുള്ളതുപോലെ തന്നെ എന്നെ അംഗീകരിക്കുമ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്. അത് സൗഖ്യത്തിലേക്ക് നമ്മെ വഴി നടത്തും. സത്യം നമ്മെ നമ്മളോട് സത്യസന്ധരാക്കുന്നു. നമുക്കുള്ള ദുർബലതകൾ സ്വയം സമ്മതിക്കുവാൻ ശക്തിപ്പെടുത്തുന്നു. കുറ്റബോധം ദൈവസന്നിധിയിൽ തുറന്നു പറയുമ്പോൾ നമ്മളുടെ വ്യാജമുഖം കഴുകിക്കളയുവാൻ നമുക്ക് കഴിയുന്നു. നാം നമ്മളുടെ പാപങ്ങൾ സമ്മതിച്ചാൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:9. മനഃശാസ്ത്രപരമായി ദാഹിച്ച് വരുന്ന സമ്മർദ്ദം അത് നമ്മെ ശക്തിമത്താക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ തുറന്നു പറഞ്ഞ് സത്യമോചനം നേടുമ്പോൾ അത് നമ്മളുടെ കുറ്റബോധത്തെ ഇല്ലാതാക്കുന്നു. 3, സത്യം സാമൂഹിക ബന്ധനങ്ങളുടെ അടിത്തറയാണ്. ഒരു കുടുംബം, ഒരു സഭ, ഒരു സമൂഹം, ഇവ നിലനിൽക്കുന്നത് വിശ്വാസത്തിന്മേലാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനം സത്യമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു, ട്രൂത്ത് നെവർ ഡാമേജസ് എ കോസ് ദാറ്റ് ഈസ് ജസ്റ്റ്. സത്യം നീതിയുള്ള കാരണത്തെ ഒരിക്കലും നശിപ്പിക്കില്ല. ഡിട്രിച്ച് ബോൺഹോഫർ പറഞ്ഞു, സൈലൻസ് ഇൻ ദി ഫേസ് ഓഫ് ഈവിൾ ഈസ് ഇറ്റ്സെൽഫ് ഈവിൾ. ദോഷത്തിന്റെ മുന്നിലുള്ള മൗനം അത് തന്നെ ദോഷമാണ്. സത്യം സംസാരിക്കുവാൻ നമുക്ക് ധൈര്യം ഉണ്ടാവണം. എന്നാൽ സത്യം ഇല്ലാത്ത ബന്ധം ദുർബലമാണ്. സത്യമില്ലാത്ത സ്നേഹം വ്യാജമാണ്. സത്യമില്ലാത്ത സമൂഹം തകർച്ചയാണ്. സ്നേഹത്തിന്റെ സത്യം സംസാരിക്കുവീൻ എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർ 4:15 നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. പ്രിയരെ, സത്യം ചിലപ്പോൾ വേദനിപ്പിക്കും, എന്നാൽ അത് ചികിത്സിക്കുവാനും കഴിയും. സത്യം നമ്മെ വിനീതരാക്കും, എന്നാൽ അത് നമ്മെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സത്യം നമ്മെ പരീക്ഷിക്കും, എന്നാൽ അത് നമ്മെ സ്വതന്ത്രരാക്കും. യേശുവിനെ അറിയുക എന്നത് സത്യത്തെ അറിയുക എന്നതാണ്.
അവൻ്റെ വഴിയിൽ നടക്കുക എന്നത് സത്യത്തിൽ നടക്കുക എന്നുള്ളതാണ്. അത് സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നുള്ളതാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ദൈവം നമ്മെ സത്യത്തിൽ തന്നെ നിലനിൽക്കുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.